ഭരണഘടന വിരുദ്ധമായ പൗരത്വ ഭേദഗതി നിയമം CAA നടപ്പിലാക്കാനുള്ള ഭരണകൂട ശ്രമങ്ങൾക്കെതിരെ ഉളിയന്നൂർ കുന്നുണിക്കര മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹല്ലിലെ വിവിധ രാഷ്ട്രീയ സാമൂഹിക സാമുദായിക സംഘടനകളുടെ പിന്തുണയോടെ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. മുസ്ലിം ജനതയെ ആട്ടിയകറ്റാൻ സ്വാതന്ത്ര്യത്തെ ഒറ്റുകൊടുത്ത ആലുവ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ മഹല്ല് ചീഫ് ഇമാം ഉസ്താദ് സദഖത്തുള്ള ഖാസിമി ഉദ്ഘാടനം ചെയ്തു. കാരണം ഞങ്ങൾ ചെറുപ്രായത്തിൽ തന്നെ ഞങ്ങളുടെ ഉമ്മമാർ മടിയിലിട്ടപ്പോ ഞങ്ങൾക്ക് പാട്ടുപാടി തരുന്നത് ഞങ്ങളുടെ ധീരശൂര പരാക്രമികളായ സത്യത്തിന് വേണ്ടിയും നീതിക്ക് വേണ്ടിയും പാർശ്വവൽക്കരിക്കപ്പെട്ട പാവപ്പെട്ടവർക്ക് വേണ്ടി ഉമ്മപെങ്ങന്മാർക്ക് വേണ്ടി ഞങ്ങളുടെ നേതൃത്വങ്ങളുടെ നല്ല നല്ല രീതിയിലുള്ള ചരിത്രങ്ങൾ പാടിയും പറഞ്ഞ് ഞങ്ങളെ വളർത്തിയ അനുഭവ സമ്പത്തുള്ളവരാണ് ഞങ്ങൾ ഓരോരുത്തരും. അതുകൊണ്ട് ജയിലുകളോ മർദ്ദനങ്ങളോ പീഡനങ്ങളോ ഒന്നും ഞങ്ങളെ തളർത്തില്ല. പ്രത്യേകിച്ച് പരിശുദ്ധമായ റമദാനെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് പോരാട്ടത്തിന്റെ മാസമാണ്. നിങ്ങളൊന്ന് ചരിത്രം പഠിക്കും, നാണം കെട്ട് ഇന്ത്യയിൽ നിന്ന് നിങ്ങൾ പോവേണ്ടി വരുന്ന ഒരു ദയനീയമായ കാഴ്ച ന്യൂനപക്ഷ വിഭാഗങ്ങളും മുസ്ലിമീങ്ങൾക്കും നിങ്ങൾ അതിനൊരു അവസരം വരത്തരുത് എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അത് ചരിത്രങ്ങൾ പഠിക്കുക. അതുകൊണ്ട് കേന്ദ്ര സർക്കാരിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ പൗരത്വ ഭേദഗതി ബില്ല് അതിൽ നിന്ന് നിങ്ങൾ ആ ഉദ്യമത്തിന് നിങ്ങൾ പിന്മാറുക, അത് പിൻവലിക്കുക. അതല്ല എങ്കിൽ ഈ ഒരു പ്രതിഷേധ ധർണ ഇനി വരും നാളുകളിൽ അതിശക്തമായ പ്രക്ഷോഭത്തിലേക്ക് പോകുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ പ്രതിഷേധ ധർണ എന്നെ ഇവിടെ ക്ഷണിച്ചവർക്ക് നന്ദിയുണ്ട്. അതേപോലെ ഈ സദസ്സിനെ ഉദ്ഘാടനം ചെയ്യലാണ് എന്റെ ഉത്തരവാദിത്വം. ഈ സദസ്സിന് ഒരു ഭരണകൂടം വന്നതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ശാപം. ആ ഭരണം നമുക്കറിയാം. പൗരത്വ നിയമം 1955 പൗരത്വ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നു. ആ ഭേദഗതിയെ സംബന്ധിച്ച് ഇന്ന് സുപ്രീം കോടതി പൗരത്വ നിയമത്തെ സംബന്ധിച്ച് കേസ് പരിഗണിക്കുന്ന ഒരു ദിവസം കൂടി കുഞ്ഞിനിക്കര ഉളിയന്നൂർ മഹൽ കമ്മിറ്റി ഇത്തരം ഒരു സമരത്തിന് തെരഞ്ഞെടുത്തത് ഏറ്റവും അഭിനന്ദനാർഹമായ കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഏതെങ്കിലും സുപ്രീം കോടതിയിൽ നിന്നോ മറ്റേതെങ്കിലും ജുഡീഷ്യറിയിൽ നിന്നോ ഇതിന് ഏതെങ്കിലും തരത്തിൽ പ്രതിവിധി ഉണ്ടാകുമെന്ന് നാം ആശിക്കേണ്ടതില്ല. കാരണം നാം അങ്ങനെ ആശിച്ചാൽ നമുക്ക് അത് പ്രാബല്യത്തിൽ വരുത്താൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. നമ്മുടെ ഭരണകൂടത്തിന്റെ ഭീകരതയുടെ ഭാഗമാണ് ജുഡീഷ്യറിയും എന്ന് പറയാൻ എനിക്ക് അല്പം അഭിഭാഷകൻ എന്ന നിലയിൽ അല്പം വിഷമമുണ്ട്. എന്നെങ്കിലും സത്യം മുഖത്ത് നോക്കി പറയാതെ നമുക്ക് ഇനി അങ്ങോട്ട് ജീവിച്ചു പോകാൻ വയ്യ. നമ്മുടെ സമൂഹത്തിൽ ഒന്നാകെ മതപരമായ വേർതിരിവ്, മുസ്ലിം എന്നും ഹിന്ദു എന്നും ക്രിസ്ത്യാനി എന്നും പാഴ്സി എന്നും സിഖുകാരനെന്നും വേർതിരിവില്ലാതെ വകതിരിവില്ലാതെ ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിച്ചു വന്ന നമ്മുടെ പ്രിയപ്പെട്ട മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കിന്റെ കടക്കൽ കത്തിവെക്കുന്ന ഭരണഘടനയെ വിഭജിക്കുന്ന ആ ഭരണഘടനയുടെ രാജ്യത്തെ ഒന്നാകെ മതവിഭാഗങ്ങളെ വിഭജിച്ചുകൊണ്ട് അതിന്റെ രക്തമൊറ്റി കുടിക്കുന്ന കാട്ടാളന്മാരായി മോദിയും അമിത്ഷായും മാറിയെങ്കിൽ അവരോട് ഉദ്ഘാടകൻ പറഞ്ഞതുപോലെയാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ത്യ ഒരു മതേതര രാജ്യമാണ്. ഇന്ത്യയുടെ ഈ സമരത്തിനൊപ്പം മുസ്ലിം വിഭാഗം മാത്രമല്ല, ഇന്ത്യയുടെ ഈ സമരത്തിനോടൊപ്പം ക്രിസ്ത്യൻ വിഭാഗം മാത്രമല്ല, ഇന്ത്യ ഒന്നാകെ ഈ സമരത്തിന് ഒപ്പമുണ്ടാകും. ഇന്ത്യ ഒന്നാകെ ഈ സമരത്തിന് നേതൃത്വം നൽകും. അങ്ങനെ ഇന്ത്യയുടെ ജനശക്തിക്ക് മുന്നിൽ മുട്ടുകടക്കേണ്ടി വരും. അമിത്ഷാ മോഡിക്കും മുട്ടുവടക്കേണ്ടി വരും. RSSന്റെ കാര്യാലയങ്ങളിൽ ഭരണഘടന ഭേദഗതിക്ക് തക്കം പാർത്തിരിക്കുന്ന RSSന്റെ കാപാലികരായ ഹിന്ദുത്വവാദികളായ നേതാക്കൾക്ക് ഈ ജനസമരത്തിന് മുന്നിൽ മുട്ടുപടക്കേണ്ടി വരും. നടപ്പാകില്ല എന്ന് നമ്മുടെ എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വളരെ ഒരു ആശങ്കയുമില്ല, ഒരു സംശയവുമില്ലാതെ പറയുന്നു, ഈ നിയമം ഈ രാജ്യത്ത്, ഇന്ത്യ എന്ന മഹത്തായ രാജ്യത്ത് ഒരുപാട് നേതാക്കന്മാർ പൈതൃകമായി നമുക്ക് നേടിത്തന്നിട്ടുള്ള
ആ ഭരണഘടന അനുസരിച്ചല്ലേ നമ്മൾ മുന്നോട്ട് പോകുന്നത്. മഹാത്മാഗാന്ധിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും മൗലാന അബ്ദുൽ കലാം ആസാദും ഡോക്ടർ അംബേദ്കർ ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾ നമുക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യം, ആ നേടിത്തരുന്നതിന് വേണ്ടി ഈ സമുദായം അതിന്റെ മുന്നിൽ നിന്ന് നെഞ്ചു വിരിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിച്ച് ബ്രിട്ടീഷുകാരെ ഓടിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. ആ സമുദായത്തെ പോലും മാറ്റി നിർത്താൻ, അല്ലെങ്കിൽ ഏതൊരു സമുദായത്തെ പോലും മാറ്റി നിർത്താൻ ആരെങ്കിലും ശ്രമിച്ചാൽ അവരായിരിക്കും അഗാധ ഗർത്തത്തിലേക്ക്, കുഴിയിലേക്ക് പോകുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് ഞങ്ങൾ ഈ പൗരത്വ നിയമം ഇപ്പോൾ ചട്ടങ്ങൾ നിങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അത് നടപ്പിലാക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന് കഴിഞ്ഞ കാലങ്ങളിലെ സമരങ്ങൾ 2019 മുതൽ നമ്മൾ ആരംഭിച്ച സമരം, ആ സമരത്തിന്റെ പരിസമാപ്തി ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ രാജ്യത്തിന് വേണ്ടി, ഈ രാജ്യം നിലനിൽക്കുന്നതിന് വേണ്ടി എല്ലാ മതവിഭാഗങ്ങളും ഒരുമിച്ച് ഒറ്റക്കെട്ടായി പോകുന്ന ഒരു രാജ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. നമ്മുടെ പിതാമഹന്മാർ നമ്മളെ പഠിപ്പിച്ചതാണ്, നമ്മുടെ രാജ്യസ്നേഹികളായ നേതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചതാണ്. എല്ലാവരും ഒന്നായി ഒരുമിച്ച് പോകണം എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ നമ്മൾ വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മർദ്ദിതരാക്കപ്പെടുന്ന ഒരു ജനസമൂഹത്തിന്റെ വിമോചനത്തിന് വേണ്ടി എന്തുകൊണ്ട് നിങ്ങൾ തെരുവിലിറങ്ങുന്നില്ല എന്ന വിശുദ്ധ ഖുർആനിന്റെ ആഹ്വാനത്തിന്റെ പിൻബലമാണ് എന്ന് ചേർത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബദറിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ ഒരുപാട് യുദ്ധഭൂമികളിലെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെ കുറിച്ച് ഞാൻ പറയുന്നില്ല. ഇന്ന് കേരളത്തിൽ നമുക്കറിയാവുന്നതുപോലെ ഒരുപാട് വിപ്ലവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഞാനും നിങ്ങളുമൊക്കെ പണ്ട് കാലങ്ങളിൽ പഠിച്ച ചെറിയ ഒരു കവിതയുണ്ടല്ലോ, മലയപ്പുലയന മാടത്തിൻ മുറ്റത്ത് മഴ വന്ന നാളൊരു വാഴ നട്ടു. മലയപ്പുലയന്റെ മാടത്തിന്റെ മുറ്റത്ത് മഴ വന്ന നാളിലൊരു വാഴ നട്ടിട്ട് ആ വാഴയുടെ ചുവട്ടിൽ മണ്ണുവാരി അതിൽ ചാണകമിട്ട് ചാരമിട്ട് അതിലിങ്ങനെ ഫലമുണ്ടാകുമ്പോ ആ പഴക്കുല നോക്കിയിട്ട് മലയപ്പുലയന്റെ മക്കൾ കാണുന്ന സ്വപ്നത്തെ ചങ്ങമ്പുഴ അദ്ദേഹത്തിന്റെ വാഴക്കുലയിലൂടെ വരച്ചു വെച്ചു. ആ സ്വപ്നം എന്ന് പറയുന്നത് ആ വാഴക്കുല ഇങ്ങനെ ഉണ്ടായി വരുമ്പോ തങ്ങളുടെ മക്കൾ ഓരോ ദിവസവും ആ വാഴക്കുലയിലേക്ക് നോക്കിയിട്ട് ഇതൊന്ന് പാകമായി കഴിഞ്ഞാൽ ആ പാകമാകുന്ന പഴം കഴിച്ചിട്ട് ഞങ്ങളുടെ വയറ് നിറക്കാമെന്ന് ആഗ്രഹിച്ച് സ്വപ്നങ്ങൾ മെരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രഭാതത്തിൽ അവരുടെ വീടിന്റെ, അല്ലെങ്കിൽ ആ മാടത്തിന്റെ മുന്നിലൂടെ കടന്നു പോകുന്ന തമ്പുരാനും തമ്പുരാന്റെ അനുയായികളും ചോദിക്കുന്നു, ആരുടേതാണ് ഈ മാടം? ഇത് മലയപ്പുലയന്റേതാണ്. എങ്കിൽ ആ മാടത്തിന്റെ മുറ്റത്ത് നിൽക്കുന്ന വാഴക്കുല എന്റെ ഇല്ലത്തേക്ക് കൊണ്ടുവരണമെന്ന് തമ്പുരാൻ ആജ്ഞാപിക്കുമ്പോ തമ്പുരാന്റെ ആജ്ഞാപനം ഏറ്റുവാങ്ങുന്ന തമ്പുരാന്റെ അടിയാന്മാർ ഈ വാഴക്കുല അറുത്തെടുത്ത് ചുമലിൽ വെച്ച് കൊണ്ടുപോകുമ്പോ ചങ്ങമ്പുഴ വാഴക്കുലയിലുകൊണ്ട് ആ രണ്ട് മക്കളുണ്ടല്ലോ, മലയപ്പുലയന്റെ മാടത്തിന്റെ അകത്തു നിന്നുകൊണ്ട് ഓലമേഞ്ഞ കീറിങ്ങനെ മാറ്റിയിട്ട് പകുതി നിറഞ്ഞ കണ്ണുകൾ കൊണ്ട് ഈ കാഴ്ച ഇങ്ങനെ കാണുന്നതിനെ ഈ ചങ്ങമ്പുഴ വിലയിരുത്തിക്കൊണ്ട് പറയുന്നു, ഇതിനൊരു പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാർ. ഇതിനൊരു പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാർ. ഇവിടെ പണമുള്ളവർ ചെയ്യുന്ന നീതിക്ക് ഇതിലൊന്നും പറയുവാനില്ലേ, ഞാൻ പിൻവലിച്ചു എന്നാണ് ചങ്ങമ്പുഴ അദ്ദേഹത്തിന്റെ വാഴക്കുല അവസാനിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ പുതിയ CAA വിരുദ്ധ സമരത്തിന് എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഒരുപാട് കെട്ടുകാഴ്ചകളുടെയും ഒരുപാട് പീഡനങ്ങളുടെയും മർദ്ദനങ്ങളുടെയും ഇടയിലൂടെ കടന്നു പോകുന്ന ഈ മുസ്ലിം സമൂഹത്തിന്, അല്ലെങ്കിൽ ന്യൂനപക്ഷമായ ഈ സമൂഹത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ചങ്ങമ്പുഴയുടെ വാഴക്കുലയിലെ അവസാനത്തെ 2 വരികളെ ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട്, അഥവാ ഇതിനൊരു പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാർ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. എല്ലാ ഭരണാധികാരന്മാരെ എടുത്തു പറയുന്നുണ്ട്, ലോക മനുഷ്യർക്ക് വേണ്ടിയാണ് അവതരിപ്പിച്ചിട്ടത്. ആ ക്രൂരന്മാരായ ഹാമാനും കാറൂനും ഫിറോവിനെയൊക്കെ അവരുടേതായ ക്രൂരത കൊണ്ട് സൃഷ്ടാവ് തന്നെ ഏറ്റെടുത്തുകൊണ്ട് ഭൂമി പിളർത്തുകയും താഴ്ത്തിക്കളയുകയും കടൽ പിളർത്തുകയും അതിൽ മുക്കിക്കൊല്ലുകയും അണക്കെട്ടുകളും ഭൂകമ്പങ്ങളും കാറ്റുകൾ കൊണ്ട് അടിച്ചുകൊണ്ട് നശിപ്പിച്ച സമൂഹത്തെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഈ ക്രൂരന്മാരായ ഭരണാധികാരികളെ കൊണ്ട് നമ്മളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്നുള്ളത് സർവശക്തൻ പറഞ്ഞിട്ടുള്ളതാണ്. ആ ഒരു പരീക്ഷണമായിരിക്കാം, ഇതൊരു ഉയർത്തെഴുന്നേൽപ്പായിരിക്കാം, അതിനുവേണ്ടി നമുക്ക് കൂടാനുള്ള ഒരു സാഹചര്യമായിരിക്കാം അല്ലാഹു ഒരുക്കി തന്നിരിക്കുന്നത്. ഇതാരും തന്നെ പിന്നോക്കം പോകാതെ ഇതിന്റെ വിജയം കണ്ടെത്തുന്നവര് എല്ലാവിധ സഹകരണങ്ങളും എല്ലാ മനുഷ്യർക്കും ഒരേപോലെ സ്വാതന്ത്ര്യവും സമത്വവും വിഭാവനം ചെയ്യുന്ന ഒരു ഭരണഘടനയാണ് നമുക്കുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായി
നരേന്ദ്രമോദിയും അമിത്ഷായും അധികാരത്തിൽ വന്നപ്പോൾ പുതിയ പൗരത്വം നൽകുന്നതിന് വേണ്ടി ഹിന്ദുവും ക്രിസ്ത്യനും പാഴ്സിയും സിഖും ജൈനനും ബുദ്ധനും മാത്രം അവകാശം നൽകിക്കൊണ്ട് ഇന്ത്യയിലെ പ്രബല വിഭാഗം മുസ്ലിം ജനവിഭാഗത്തെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭരണഘടനയ്ക്കെതിരായ ഏറ്റവും വലിയ വെല്ലുവിളി ഭരണകർത്താക്കൾ തന്നെ നടത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, CAA നടപ്പിലാക്കുമ്പോൾ 2019 ഡിസംബർ 9 ലോകസഭയും അതുപോലെ തന്നെ 11 രാജ്യസഭയും കടന്ന് 12 രാഷ്ട്രപതി ഒപ്പിട്ടപ്പോൾ ഇത് നിലവിൽ വന്നതാണ്. പോലും NRCയുടെ രേഖ സമർപ്പിക്കാൻ പോകുന്നില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ ഇന്ത്യയിലെ RSS വളരെ സ്മൂത്തായി പരാജയപ്പെടുന്നതാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, 20 കോടി ജനങ്ങൾ, ഇന്ത്യയിൽ 20 കോടി ജനങ്ങൾ, യഥാർത്ഥ ഇപ്പൊ ന്യൂനപക്ഷം എന്ന് പറയുന്നത് നമ്മൾ ന്യൂനപക്ഷമല്ല, ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രബല സമുദായമാണ് മുസ്ലിങ്ങൾ. ഒന്ന് ആലോചിച്ച് നോക്കേ, ഇപ്പൊ ഈ അടുത്ത് സംഘപരിവാർ ഇന്ത്യയുടെ പേര് മാറ്റാൻ നോക്കി. എന്താണ്, ഞാൻ ചുരുക്കുകയാണ്, സംഘപരിവാർ പേര് മാറ്റാൻ നോക്കി, ഇന്ത്യ എന്നുള്ള പേര് ഭാരതാക്കാൻ നോക്കി. എന്തുകൊണ്ടാണ് ഹിന്ദുസ്ഥാൻ എന്നാകാത്തത്? ഇപ്പൊ ചിലപ്പോ തോന്നാലോ ആ പേരാണല്ലോ കുറച്ച് നല്ലത്, ഹിന്ദുക്കളുടെ സ്ഥാനം, അല്ലെങ്കിൽ പാകിസ്ഥാൻ പോലെ ഹിന്ദുക്കളുടെ നാട് എന്ന് നമുക്ക് പറയാം. ആ പേര് മുസ്ലിങ്ങൾ കൊടുത്ത പേര്, അതുകൊണ്ട് തന്നെ പ്രശ്നമില്ല, മുസ്ലിങ്ങൾക്ക് ആ പേരിനോട് പ്രശ്നമില്ല. എന്തുകൊണ്ടാണ് RSS ഇന്ത്യ എന്ന പേരിന് പകരം ഭാരത് മതി, ഹിന്ദുസ്ഥാൻ വേണ്ട എന്ന് പറയുന്നത്? ഇത് ഹിന്ദുക്കൾക്ക് വേണ്ടിയുള്ളതല്ല, മറിച്ച് വേദവിഭാഗത്തിലായ ബ്രാഹ്മണരുടെ സവർണർക്ക് വേണ്ടിയുള്ള രാഷ്ട്രമാണ് അവർ നിർമ്മിക്കാൻ പോകുന്നത്. അതുകൊണ്ട് സാധാരണക്കാരായ ഹിന്ദുക്കൾ ഉൾപ്പെടെ പ്രയാസപ്പെടാൻ പോകുന്ന കാലഘട്ടമാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് ചുരുക്കിയത്, ഒന്ന്, നമ്മളെ സംബന്ധിച്ച് ഈ മഹൽ പ്രത്യേകിച്ച് എനിക്കോട് ആദ്യം ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത, രണ്ടാം CA സമരത്തിന് തുടക്കം കുറിച്ച ഒരു മഹൽ എന്നതിൽ എന്റെ ഒരു അഭ്യർത്ഥന, നമ്മുടെ മഹലിൽ ഒരാൾ പോലും NRCയുടെ ഒരു രേഖയും സമർപ്പിക്കാൻ പോകുന്നില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അവിടെ തീരുന്നുള്ള പ്രശ്നം. ഒന്നുകിൽ ഇന്ത്യയിൽ 20% മുസ്ലിങ്ങൾ ഒന്നിച്ച് പുറത്തേക്ക്, അല്ലെങ്കിൽ 20 കോടി ജനങ്ങള് മുസ്ലിങ്ങൾ ഒന്നിച്ചകത്തേക്ക്, അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നിടത്ത് RSSനെയും BJPയെയും അവരുടെ വർഗീയ പ്രത്യയശാസ്ത്രങ്ങളെയും വളരെ മനോഹരമായി പരാജയപ്പെടുത്താൻ ഈ രാജ്യത്തെ സമുദായത്തിൽ, മുസ്ലിം സമുദായത്തിന് കഴിയും. നമ്മുടെ ചരിത്രങ്ങൾ പഠിക്കേണ്ടതില്ല, ചരിത്രങ്ങൾ പഠിച്ചിരുന്നെങ്കിൽ RSS ആവുമായിരുന്നില്ല. പക്ഷേ ഭാവി നിങ്ങൾ കണ്ടോളൂ, ഇന്ത്യയിലെ മുസ്ലിം സമുദായം ഇന്ത്യയിൽ ഉയർത്താൻ പോകുന്ന പോരാട്ടത്തിന്റെ പുതുചരിത്രങ്ങൾ കണ്ട് ഭയപ്പെടാൻ തയ്യാറായിക്കൊള്ളുമെന്ന് മാത്രം RSSനോട് BJPയോടും പറഞ്ഞുകൊണ്ട് മതം, ജാതി, വംശം എന്നിവയുടെ പേരുള്ള വിവേചനം ഭരണഘടന വിരുദ്ധമാണെന്നും ശക്തമായ ജനകീയ പ്രതിഷേധം കൊണ്ട് സർക്കാരിന് ഇതിൽ നിന്നും പിന്തിരിയേണ്ടി വരുമെന്നും ഉസ്താദ് സദഖത്തുള്ള അൽ ഖാസിമി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. മഹല്ല് പ്രസിഡന്റ് MM ഹാരിസ് അധ്യക്ഷത വഹിച്ചു. മഹല്ല് ജോയിന്റ് സെക്രട്ടറി സുധീർ, ജനപ്രതിനിധികളായ റമീന അബ്ദുൽ ജബ്ബാർ, സിയാദ് പറമ്പത്തോടത്ത്, വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാമുദായിക സംഘടനകളെ പ്രതിനിധീകരിച്ച് KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് BA അബ്ദുൽ മുത്തലിബ്, CPI ബാർ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ഇസ്മായിൽ, TK അബ്ദുൽ സലാം മൗലവി, ഷംസുദ്ദീൻ മൗലവി, PA ഷാജഹാൻ, മുഹമ്മദ് ഷമീർ, ജമാൽ കുന്നുണിക്കര, അബ്ദുൽ ജലീൽ, തൻസീർ തച്ചാട്ട്, ഷൗക്കത്ത് മൗലവി, മധു KPMS, ഇബ്രാഹിം കുന്നത്തോപ്പിൽ, സലീം മല്ലിശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ദീഖ് കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി.